ഹായ് ഹലോ. ഇന്ന് നമുക്കിന്ന് ഉച്ചക്കലത്തേക്ക് സോയാബീൻ ഫ്രൈ ആണ്. വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സോയാബീൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. വായോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും, ഒരു സവോളയും തക്കാളിയും പച്ചമുളകും കരിവേപ്പിലയും. ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവോളയും തക്കാളിയും ഒന്ന് വാടി വരട്ടെ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരട്ടെ. വാടി വന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇവിടെ പൊടിച്ച ഗരം മസാലയാണ്. ഒരു 2 ടീസ്പൂണ് ബീഫ് മസാലയും കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതിന് ശേഷം സോയാബീൻ ചേർത്ത് കൊടുക്കുക. ഒരു ലേശം വെള്ളം ചേർത്താൽ മതി, അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു ഫ്രൈ ആക്കി എടുക്കാനല്ലേ, അന്നേരം കുറച്ച് വെള്ളം ചേർത്താൽ മതി. സോയാബീൻ ഇച്ചിരി വെള്ളവും ഇറങ്ങും. ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സാക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കുക. ഒരു ലേശം വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കുക. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ ശരിക്കും നല്ലൊരു ബീഫ് കറി പോലെ ഉണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വന്ന ശേഷം നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ സോയാബീൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഇച്ചിരി ഗ്രേവിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇതാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പാകത്തിനിരിക്കട്ടെ കേട്ടോ. നമ്മുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.